ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ നൈസായിട്ടുള്ള പത്തിരി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. കണ്ടില്ലേ, വളരെ നൈസായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നേരെ വീഡിയോയ്ക്ക് പോവാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. തുടങ്ങാം. പത്തിരി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേ ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് വെള്ളം ആദ്യം തിളപ്പിച്ചെടുക്കാം. രണ്ട് ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പത്തിരിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വെള്ളം എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, വളരെ നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നന്നായി കുഴച്ചെടുക്കണം. ഈ മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ടൈൽസിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെച്ച് കുഴയ്ക്കാം. ടൈൽസിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി അത് ചെയ്യാം. ചെറിയ ചൂടുണ്ടാവും, അപ്പോൾ കൈയൊന്ന് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ മാവൊക്കെ നന്നായി കുഴച്ച് വരുന്നുണ്ട്. മാവ് എത്രത്തോളം കുഴയ്ക്കുന്നു അത്രത്തോളം സോഫ്റ്റായി വരും പത്തിരി. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നന്നായി കുഴച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി മാവിന് ഇതേപോലെ ഒരു ബോളാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരിപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയിട്ടുണ്ട്. ഇനി ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല കറക്റ്റ് റൗണ്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം ഇത് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതിന് ശേഷം സൈഡിലുള്ളതൊക്കെ ഇപ്പം നല്ല ഷേപ്പിലും നല്ല അടിപൊളിയായി നല്ല നൈസായിട്ട് പത്തിരി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതേപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇനി ദോശപ്പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം പത്തിരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡും തിരിച്ചു മറിച്ച് വേവിക്കാം. ഇപ്പോൾ പത്തിരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. 2 സൈഡും നന്നായി വെന്തിട്ടുണ്ട്. നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കത് എടുക്കാം. അതുപോലെ പത്തിരി ഇടുന്നതിന് മുമ്പ് അതിൽ പൊടി മാക്സിമം കളയാൻ നോക്കണം. ഇനി ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ പത്തിരി ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നൈസ് പത്തിരി വന്നിട്ടുണ്ട്. വളരെ നൈസായിട്ട് അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ അളവിലുണ്ടാക്കുകയാണെങ്കിൽ ഒരു 20 എണ്ണം ഇതേ വലിപ്പത്തിലുള്ള ഒരു 20 പത്തിരി ഉണ്ടാക്കാനുള്ള അളവാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യും കേട്ടോ.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.